ഇപ്പോൾ ടൈം 1:57 ആയി. പക്ഷെ നമ്മളിന്ന് പഴനിക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല, അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആണിപ്പോൾ. സോ ഐ തിങ്ക് മമ്മി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊണ്ടുപോകാനാവും. അങ്ങനെ വേഗം കുളിച്ച് റെഡിയായി. ദെൻ നമ്മുടെ ഓട്ടോ ഇപ്പോൾ വരുന്നു പറഞ്ഞു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി. ഓട്ടോയിലാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ വരെ. നമ്മുടെ അറിയുന്നൊരു ഓട്ടോ ചേട്ടനാണ്, അപ്പോൾ ആളുടെ ഓട്ടോയിൽ പോകാൻ വിചാരിച്ചു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ് വിത്ത് മൈ ഫാമിലി. ട്രിപ്പ് എന്നല്ല, ഒരു വൺ ഡേ അതും അമ്പലത്തിക്കാണ്, പഴനിക്ക്. സോ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ഐ തിങ്ക് ഒരു 2.5 hours ഉള്ളൂ. അപ്പോൾ പോയിട്ട് വരാം. ഓക്കെ. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ വലിയമ്മയും കസ്റ്റനും ഇപ്പോൾ വരും. അവർ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പോയി വിളിച്ചിട്ട് വരാം. നമ്മളെവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ല, അപ്പോൾ അവരെ നമുക്ക് വിളിച്ചിട്ട് വരാം. ഐ തിങ്ക് ഇപ്പം നമ്മുടെ ട്രെയിന് വരും. അപ്പോൾ നമ്മൾ ട്രെയിനിനെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ട്രെയിനിലധികം ട്രാവൽ ചെയ്യാത്തതുകൊണ്ട്, ഫാമിലി ആയിട്ടാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് ആ 2.5 hours ഉള്ളൂ. അതുകൊണ്ട് അൺറിസർവ്ഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സീറ്റ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യമൊന്നും അറിയില്ല. ഫൈനലി നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മുടെ ഫാമിലി എല്ലാവർക്കും ഇരിക്കാനുള്ളതായി സെറ്റായി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ എന്താണെന്നറിയില്ല. ഇപ്പം നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ നമ്മുടെ ട്രെയിൻ എടുത്തു. പിന്നെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ട്രെയിനിൽ പോകുന്ന ടൈമിൽ ഈ കൊല്ലങ്കോട് സൈഡിൽ എത്തുന്ന ടൈമിൽ അവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു നമ്മളവിടെ എത്താറായെന്ന് തോന്നുന്നുണ്ട്. എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കാം. പക്ഷേ ഒരു രക്ഷയില്ല, രാവിലെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. ഞാനിങ്ങനെ നോർത്തിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നോർത്തിൽ നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും കണ്ടു. പക്ഷേ എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണോ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ ഇവിടെ കാണാൻ എന്തൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഞാൻ ഈ ഇങ്ങനെ രാവിലെയൊക്കെ ട്രാവൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് ഒരു പുതിയൊരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരത്തെത്തിയപ്പോഴത്തേനും എല്ലാവരും ഉറക്കമായി. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. ഇപ്പം നമ്മൾ തമിഴ്നാടിൻ്റെ ഏതോ ഒരു ഭാഗത്തെത്തി. അവിടെ കാണാൻ ശരിക്കും അടിപൊളിയായിരുന്നു. പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ വേറെ വണ്ടിയിലൊക്കെ വരുമായിരുന്നു. അപ്പം ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിലെ കുറച്ച് ഓർമ്മയൊക്കെ എനിക്കുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ലൈവായി കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഭയങ്കര ഹാപ്പിയായി തോന്നുന്നുണ്ട്. ഇതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ കറങ്ങുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ പഠിച്ചിട്ടോ കണ്ടിട്ടൊക്കെ ഉണ്ട് എന്താ സംഭവം എന്ന് എനിക്കറിയാം. പക്ഷെ മറന്നുപോയി. പക്ഷേ ഈ സംഭവം എന്തായാലും കുറേ ദൂരമായി ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് എൻ്റെ കസിൻ ആൻഡ് എൻ്റെ അനിയത്തി. ഇവർ രണ്ടുപേരും ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അച്ഛനും ചിരിച്ചനും അവരിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു വന്നു. നമ്മളിപ്പോൾ ഏത് പ്ലേസിൽ എത്തിയെന്ന് അറിയില്ല. നല്ല ആൾക്കാരൊക്കെ ഓടി വരുന്നു സ്ഥലം കിട്ടിയില്ലെങ്കിലും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാം. ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് കുറേ ഇത് കണ്ടു. അതായത് നമ്മൾ തമിഴ് മൂവിയിലൊക്കെ കാണില്ലേ, എനിക്ക് തമിഴ് മൂവി, തമിഴ് പീപ്പിൾ ആൻഡ് അവരുടെ ലാംഗ്വേജ് ഇതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമാണ്. സോ ഞാനിങ്ങനെ ട്രെയിനിൽ വരുന്ന സമയത്ത് അവിടുത്തെ ഓരോ പ്ലേസ് കാണുമ്പോൾ ഐ ഫീൽ ഞാൻ തമിഴ് മൂവിയിലൊക്കെ കാണുന്ന ആ ഒരു ഇതെനിക്ക് തോന്നി. അത് കട്ടാക്കണോ? എനിക്ക് കളവണ്ടിയിൽ പോയിരിക്കുന്നു.
എല്ലാവരുടെ ലൈഫിലും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് കുതിര വണ്ടിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയച്ഛനെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഓട്ടോയിലൊക്കെയല്ലേ പോവാം, അപ്പോൾ നമുക്ക് ഇത്തവണ ഒന്ന് ഇതിൽ പോകാമെന്ന് പറഞ്ഞത് ശരിക്കും ഉണ്ടോ നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു ടൈമിൽ ഓർമ്മ വന്നത് എന്താണെന്നറിയോ, പാണ്ടിപ്പട പിന്നെ മഴവിൽ കാവടി ഈ മൂവിയിലൊക്കെയാണ് ഞാൻ കുതിരയും അങ്ങനെയുള്ള സവാരിയൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും വൈബായത്. അതായത് പുതിയ കാര്യങ്ങൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെ. പക്ഷേ ഈ കുതിരനെ ആലോചിച്ച് സങ്കടം ഉണ്ട് കേട്ടോ. ഇങ്ങനെ എത്ര പേരുടെ വെയിറ്റ് ആയിരിക്കും താങ്ങിക്കൊണ്ട് നടക്കുക അല്ലേ. പക്ഷേ എന്നെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കുതിര സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കിൽ കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സങ്കടമായത്. അത് ഇത്രയും വെയിറ്റ് സമയത്ത് ഓടിയോടെ പോകുന്നു പറയാൻ. സങ്കടമാണ്. അതിന് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. ഐ തിങ്ക് നമ്മൾ എത്തി തോന്നുന്നു. ഇനി ഇവിടെ ഇറങ്ങി നടന്ന് പോകണം. അയ്യോ അമ്പലം എത്തി. ഇനി നമ്മൾ കുതിര വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് നടന്നു പോകണം. അപ്പോൾ ഫോൺ അങ്ങോട്ട് എറോഡാണോ എന്ന് അറിയില്ല, നോക്കാം. ഇനി നമ്മളിവിടെ ഇറങ്ങി എല്ലാം ഒന്ന് സെറ്റാക്കണം. വെക്കണോ വെക്കണ്ടേ എന്ന് ആലോചിച്ചു. ടാറ്റാ ബൈ ബൈ, സീ യു. ഹായ് ഗോഡ് ജാസ്മിൻ. ഈ ജാസ്മിൻ കാണാനും ഇതിൻ്റെ സ്മെല്ലും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാനങ്ങനെ വെക്കാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തോ എനിക്ക് വെക്കണം എന്ന് തോന്നി. കാരണം എല്ലാവരും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടപ്പോൾ എനിക്ക് വെക്കാൻ തോന്നി. ഇപ്പോൾ നമ്മൾ ചെറിയ മുട്ട അടിക്കാൻ വേണ്ടി പോകാം. അതായത് ഇവിടെ ഫസ്റ്റ് മുട്ട അടിച്ച് പിന്നെ ഇവിടെ കുളിച്ച് അതിന് ശേഷമാണ് അമ്പലത്തേക്ക് കയറുന്നത്. അങ്ങനെ എന്തോ ആണ് റിച്വൽ. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ വന്ന് നിൽക്കുക നമ്മൾ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം അറിഞ്ഞപ്പോഴാണ് ഫോൺ മുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് പോകുന്നതിന് മുന്നേ ഫോൺ താഴെ എവിടെയെങ്കിലും നമ്മൾ കൊടുക്കണം. ഈ മുട്ട അടിച്ചതിന് ശേഷം ഈ ചന്ദനം എന്തിനാണ് തേക്കുന്നത് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ അവിടെ എല്ലാവരും അങ്ങനെ തേക്കുന്നുണ്ട്. ഈ കുഞ്ഞു കുട്ടിയൊക്കെ നോക്കും മുട്ട അടിച്ചിട്ട് ചന്ദനമൊക്കെ തേക്കുന്നുണ്ട്. ക്യൂട്ടായിട്ടുണ്ടല്ലോ അതിനെ കാണാൻ. പണ്ട് ഞങ്ങൾ എതിയൊക്കെ പോകുന്ന സമയത്ത് ഈ കളിപ്പാട്ടമൊക്കെ കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നൊക്കെ അത് ഇവിടെയൊക്കെ കാണുമ്പോൾ കോമഡി ആയി തോന്നുന്നു എനിക്ക്. പൊട്ട് വാങ്ങിക്കണം. We are going to അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്തി. ഇനിയിപ്പോൾ ഫോൺ കൊടുക്കണം. ഫോൺ മുകളിൽ കയറ്റാൻ പറ്റില്ല. പണ്ട് ഇങ്ങനെ ചെക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെക്കിങ് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ എവിടെയെങ്കിലും ഒപ്പിക്കേണ്ടി വരും, അല്ല കൊടുക്കേണ്ടി വരും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടൊക്കെ തൊഴുതി ഇറങ്ങി അടിപൊളിയായിരുന്നു. ഫോണൊന്നും ഇല്ലാത്തൊരു വൈബ്. ഒരു 4-5 മണിക്കൂർ ഫോണൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരു പുതിയ എന്തോ എക്സ്പീരിയൻസ്. ഫൈനലി നമ്മുടെ ഫോണൊക്കെ കളക്ട് ചെയ്തു. നമ്മളിനി പോകാൻ നിൽക്കുക. പിന്നെ അവിടെ തന്നെ നമ്മൾ അന്നദാനവും കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി അന്നദാനമായിരുന്നു. പണ്ടൊന്നും ഇങ്ങനെ ക്ഷമയോടെ നിന്നിട്ടില്ല. പക്ഷേ ഇത്തവണ എന്തോ വലുതായി ബോധം വന്നുകൊണ്ടാണ് തോന്നുന്നു ക്ഷമയോടെ നിന്നു. പിന്നെ ഒടുക്കത്തെ വെയിലായിരുന്നു. ചെരുപ്പൊന്നിടാണ്ട് കാലൊക്കെ പൊള്ളി ഒരു വിധമായി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പോകണം. ട്രെയിനിൽ പോകണോ ബസ്സിൽ പോകണോ എന്നുള്ളതൊന്നുമില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പോകുന്നു. അങ്ങനെ വലിയ ടയേർഡൊന്നും തോന്നിയില്ല. ബസ്സിലൊക്കെ ആണെങ്കിൽ എല്ലാവരും വോമിറ്റ് ചെയ്ത് മരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും. പക്ഷേ അങ്ങനെ വലുതായി ടയേർഡൊന്നും ആയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി ട്രെയിനിലായിരിക്കുമ്പോൾ. അതിനിടയിൽ എൻ്റെ ചെരുപ്പ് എനിക്ക് നല്ല പണിയായിരുന്നു. ഇത്ര നേരം ചെരുപ്പിടാണ്ട് നടന്ന് കാല് പൊള്ളിയിട്ടിരിക്കുമായിരുന്നു. ചെരുപ്പ് കിട്ടിയപ്പോഴത്തേനും ചെരുപ്പ് പൊട്ടി. എനിക്ക് തൽക്കാലം ഇടാൻ ഒരു ചെരുപ്പ് വാങ്ങേണ്ടി വരും. പക്ഷെ നമ്മളിനി ചെരുപ്പ് കട നോക്കി നടക്കാം. സത്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു. ആ വെയിലത്ത് ഞാൻ ചെരുപ്പ് ഇടാണ്ടേ നടന്നു. അമ്മ പറഞ്ഞു പിന്നെ ചെരുപ്പ് തരാമെന്നൊക്കെ. പക്ഷേ വേണ്ട, അപ്പോൾ ആ ആളുടെ കാല് പൊള്ളില്ലേ. നമ്മളാദ്യം ബസ് സ്റ്റോപ്പിൽ പോയി ബസ്സുണ്ടോ നോക്കാൻ. ബസ്സുണ്ട്, പക്ഷേ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ എനിക്കൊരു ചെരുപ്പ് അവിടെ നിന്ന് വാങ്ങി തൽക്കാലം ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എൻ്റെ കാലൊക്കെ ഒരു വിധമാവും. അതിൻ്റെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ, കുഴപ്പമില്ല. പിന്നെ നമ്മളവിടെ നടന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിൻ വരും. ഐ തിങ്ക് 6:10 അപ്പോൾ നമ്മൾ ട്രെയിൻ വരും, അതിൽ പോകും. ഇപ്പോൾ ഇനി എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. തിരക്കുണ്ടെങ്കിൽ പണി കിട്ടും. ശരിക്കും നമ്മളിപ്പോൾ റിസർവേഷൻ ചെയ്ത ട്രെയിനിലായിരുന്നു കയറേണ്ടത്. കാരണം നമ്മൾ രാവിലെ വന്നത് നമ്മുടെ അവിടെ നിന്നായിരുന്നു ആ ട്രെയിൻ സ്റ്റാർട്ട്. പക്ഷെ ഇപ്പോൾ എവിടെ നിന്നോ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ട്രെയിനിലാണ് നമ്മൾ ഏറി ഇരിക്കാൻ പോകുന്നത്. ഓൾറെഡി ഇവിടെ തന്നെ സകല ആൾക്കാരും നല്ല തിരക്കുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല. അങ്ങനെ നമ്മളെത്തി. നമ്മുടെ ഓട്ടോ ചേട്ടൻ നമ്മൾ വിളിക്കാൻ വേണ്ടി വന്നു. ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ റെസ്റ്റ് എടുക്കുക. ഓക്കെ, ബൈ.